നമ്മൾ ഇനി പറയാൻ പോകുന്നത് മുസ്ലിം ലീഗിൻ്റെ വഖഫ് സ്നേഹത്തെക്കുറിച്ചാണ്. നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടു കാണുമല്ലോ മുസ്ലിം ലീഗിൻ്റെ വഖഫ് സംരക്ഷണ റാലി കോഴിക്കോട് കടപ്പുറത്ത് നടന്നത്, വലിയ സമ്മേളനം നടന്നത്. സത്യത്തിൽ ആ സമ്മേളനത്തിൽ ലീഗ് നേതാക്കളുടെ പ്രസംഗം കേട്ടാൽ നമ്മൾ അന്തം വിട്ടുപോകും. ഞാൻ ആദ്യം വിചാരിച്ചത് ഇവരുടെ പ്രസംഗം കേട്ടപ്പോൾ ഇനി വഖഫ് നിയമം കൊണ്ടുവന്നത് പിണറായി ആണെന്നാണ്. കാരണം ആ രീതിയിലായിരുന്നു കേന്ദ്ര സർക്കാരിനെതിരെ മര്യാദയുടെ ഭാഷയിൽ ഒരു വിമർശനം പോലും അതിൽ പറഞ്ഞു വയ്ക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നതായിരുന്നു വസ്തുത. അങ്ങനെ വലിയ ആളുകളെ കൂട്ടി അവർ വഖഫ് സംരക്ഷണ റാലി സംഘടിപ്പിക്കുന്നു. പക്ഷേ മറുവശത്തേക്ക് പോയാൽ ലീഗിൻ്റെ യഥാർത്ഥ വഖഫ് സ്നേഹം നമുക്ക് കാണാൻ കഴിയും. കാരണം കണ്ണൂരിലേക്കാണ് നമ്മൾ പോകുന്നത്, തളിപ്പറമ്പിൽ. അവിടെ തളിപ്പറമ്പ് ജമാഅത്ത് പള്ളിയുടെ വഖഫ് ഭൂമി കയ്യേറാനുള്ള ഉടായ്പ് വേലകളുമായി നടക്കുകയാണ് ലീഗ് നേതൃത്വം. ഒരു വശത്ത് വഖഫ് നിയമത്തിനെതിരെ സംസാരിക്കുന്നു, മറുവശത്ത് വഖഫ് ഭൂമി തട്ടിയെടുക്കാനുള്ള പരിപാടികളുമായി നടക്കുന്നു. ലീഗിൻ്റെ ഈ വഖഫ് സ്നേഹം വല്ലാത്തത് തന്നെയാണ്. ഏതായാലും ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് എം സന്തോഷ് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം എന്താണ് തളിപ്പറമ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്, അവിടെ ഏത് രീതിയിലുള്ള പ്രതിഷേധമാണ് ലീഗിനെതിരെ ഉയർന്നു വരുന്നതെന്ന്. സന്തോഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. സന്തോഷേ, ഈ ലീഗിൻ്റെ വഖഫ് സ്നേഹം നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. കോഴിക്കോട് കടപ്പുറത്ത് വഖഫ് റാലി സംഘടിപ്പിക്കുക, അതേസമയം തന്നെ ഇതാ വഖഫ് ഭൂമി കയ്യേറാനുള്ള തട്ടിപ്പ് പരിപാടികളുമായി മുന്നോട്ട് പോവുക. തളിപ്പറമ്പിൽ കഴിഞ്ഞ അരനൂറ്റാണ്ടിലധികമായി പാട്ടം ഉപയോഗിച്ചിരുന്ന ഭൂമി ഇപ്പോൾ അതൊരു ഇല്ലത്തിൻ്റെ വകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് കൈക്കലാക്കാനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ തളിപ്പറമ്പിലെ വസ്തുത എന്താണ്? മനു, ഈ വഖഫുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിന്റെ യഥാർത്ഥ ഇരട്ട മുഖമാണ് ഇപ്പോൾ തളിപ്പറമ്പിലെ സംഭവത്തിലൂടെ വ്യക്തമായിരിക്കുന്നത്. അതായത് വഖഫ് ബില്ലിനെതിരെ ഒരു ഭാഗത്ത് മുസ്ലിം ലീഗ് സമരം നടത്തുകയാണ്, അതേസമയം തന്നെ ഈ വഖഫ് ബില്ലിലെ ഈ വഖഫ് ബില്ലിൽ ഉൾപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ വഖഫ് ഭൂമി തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് തളിപ്പറമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് തളിപ്പറമ്പ് ജമാഅത്ത് കമ്മിറ്റിക്ക് കീഴിലുള്ള 25 ഏക്കർ സ്ഥലം, അത് വഖഫിന്റെ സ്വത്താണ്. 1967 ഈ വഖഫ് ഭൂമി അവിടെ മുസ്ലിം ലീഗ് നേതാക്കൾ ഉൾപ്പെടെ നേതൃനിരയിലുള്ള കണ്ണൂർ മുസ്ലിം എഡ്യൂക്കേഷണൽ അസോസിയേഷന് കോളേജ് തുടങ്ങുന്നതിനായി പാട്ടത്തിന് നൽകുകയാണ്. 67 കൃത്യമായി പാട്ടരേഖകൾ ഉണ്ടാക്കി ലീസിന് നൽകിയ ഒരു ഭൂമിയാണത്. അത് ഈ തുടർച്ചയായി അതിന് ഈ സ്ഥലത്തിന് വാടക നൽകി പ്രവർത്തിച്ചു വരികയായിരുന്നു. എന്നാൽ അടുത്ത കാലത്തായി വാടക കൊടുക്കുന്നത് നിർത്തിവെക്കുകയും ഇത് വഖഫ് ഭൂമിയല്ല, നമുക്ക് ഈ നേരിട്ട് ഈ ട്രസ്റ്റിന് ലഭിച്ച ഭൂമിയാണ്, അത് നരിക്കോട് ഇല്ലം കോളേജിന് ആരംഭിക്കാനായി ട്രസ്റ്റിന് നൽകിയതാണ്, അതുകൊണ്ട് വഖഫ് ഭൂമി അല്ല എന്ന് കാട്ടിക്കൊണ്ടാണ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകുകയും അതിൻ്റെ തണ്ടപ്പേര് മാറ്റുന്നതിനായിട്ട് കോടതിയെ സമീപിക്കുകയും ചെയ്തിരിക്കുന്നത്. അതായത് വഖഫിൻ്റേത് എന്ന് വളരെ വ്യക്തമായ രേഖകളുള്ള 25 ഏക്കർ ഭൂമി തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് കണ്ണൂർ ജില്ലയിലെ മുസ്ലിം ലീഗ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു അസോസിയേഷൻ്റെ സർസെയ്ദ് കോളേജ് എന്ന് പറയുന്നത് തളിപ്പറമ്പിലെ, കണ്ണൂരിലെ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനമാണ്. നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സർസെയ്ദ് ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. കണ്ണൂർ മുസ്ലിം എഡ്യൂക്കേഷണൽ അസോസിയേഷൻ്റെ കീഴിലുള്ള സ്ഥാപനമാണ്. അതിൻ്റെ നേതൃത്വം എന്ന് പറയുന്നത്, അതിൻ്റെ സെക്രട്ടറി എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും പ്രമുഖനായ നേതാവ് മഹമ്മൂദ് അള്ളാകുളമാണ്. അതിൻ്റെ പ്രസിഡന്റ് ആകട്ടെ മുസ്ലിം ലീഗിൻ്റെ മറ്റൊരു നേതാവാണ്. അത്തരത്തിൽ മുസ്ലിം ലീഗ് നിയന്ത്രിക്കുന്ന ഒരു ട്രസ്റ്റ് അസോസിയേഷനാണിത്. അതിൻ്റെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ആ സ്ഥലം, ഈ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥലമാണ്. അത് വഖഫിന്റെ ഭൂമി, 25 ഏക്കർ ഭൂമി തട്ടിയെടുക്കാനുള്ള ഒരു ശ്രമമാണ്. ആ സമയം കൂടി നോക്കണം. ഈ വഖഫുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നടക്കുമ്പോൾ വഖഫ് ബില്ല് പാസ്സാക്കിയ ആ ഘട്ടത്തിൽ തന്നെ ആ ലൂപ്പ് ഹോൾ ഉപയോഗിച്ചുകൊണ്ട് കോടതിയെ സമീപിക്കുക എന്നുള്ള കുതന്ത്രമാണ് മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ. അല്ല, ഞാൻ മനസ്സിലാക്കുന്ന സന്തോഷം ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്നറിയാമോ? ഇവിടെ സംഘപരിവാറിന് BJPക്ക് അനായാസ വഴിയൊരുക്കുകയാണ് ലീഗ് ചെയ്യുന്നത്. കാരണം അവർക്കിനി വളരെ എളുപ്പം പറയാം, നോക്കൂ ഇതാ തളിപ്പറമ്പിൽ സംഭവിക്കുന്നില്ലേ, വഖഫ് ഭൂമി കയ്യേറാനുള്ള നീക്കം കണ്ടില്ലേ, ഇതുപോലുള്ള നീക്കങ്ങൾ തടയാൻ വേണ്ടിയിട്ടാണ് വഖഫ് ബില്ല് കൊണ്ടുവന്നത് എന്ന് BJPക്ക് അനായാസം പറയാനുള്ള അവസരം ഒരുക്കുകയാണ് മുസ്ലിം ലീഗ് അവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് ദേശീയ തലത്തിലടക്കം പ്രാധാന്യമുണ്ട് ഇപ്പോൾ ഇവർ കാണിക്കുന്ന ഈ തട്ടിപ്പിന്. തീർച്ചയായും മനു സൂചിപ്പിച്ച വിഷയം ഇതിനോടകം തന്നെ നടന്നു കഴിഞ്ഞു. തളിപ്പറമ്പിലും കണ്ണൂരിലുമുള്ള RSSന്റെയും സംഘപരിവാറിന്റെയും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും മറ്റും ഈ കാര്യങ്ങൾ പ്രചരിപ്പിച്ചു തുടങ്ങി. നരിക്കോട് ഇല്ലത്തിന്റെ സ്ഥലമായിരുന്നു ഇത് എന്നുള്ള രീതിയിൽ ഒരു തരത്തിലുള്ള സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കുന്ന വിധത്തിലേക്ക് തന്നെ ഈ വിഷയങ്ങൾ നീങ്ങുകയാണ്. അതിന് വഴിമരുന്നിട്ട് കൊടുത്തത് ഈ മുസ്ലിം ലീഗ് നേതൃത്വമാണ്. ഈ തളിപ്പറമ്പ് ജമാഅത്ത് പള്ളിയുടെ മുഖ്യ ഗാസി എന്ന് പറയുന്നത് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. അത്തരം
നേതൃത്വത്തിലുള്ള ആളുകളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ ജുമാഅത്ത് പള്ളിയിലെ വഖഫ് സ്വത്താണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വം ഉൾപ്പെട്ടിട്ടുള്ള ഈ ട്രസ്റ്റ് കൈക്കലാക്കാൻ വേണ്ടി ശ്രമിച്ചത്. അത് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നതും ഈ കാര്യം കൊണ്ട് തന്നെയാണ്. കാരണം ഈ ഒരു വഖഫ് ബില്ല് അതിൽ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. മുസ്ലിം വിരുദ്ധമായിട്ടുള്ള സമീപനം ഉൾപ്പെട്ടിട്ടുള്ള ഒരു ബില്ലാണത്. ആ ബില്ല് ശരിയായിരുന്നു എന്നുള്ള രീതിയിൽ സംഘപരിവാർ നേതൃത്വത്തിലുള്ളവരെ കൊണ്ട്, അല്ലെ സംഘപരിവാറിൻ്റെ ആളുകളെ കൊണ്ട് ചർച്ച ചെയ്യിപ്പിക്കാൻ വേണ്ടി അവർക്ക് പിന്തുണ നൽകുമെന്ന വിധമുള്ള ഒരു നീക്കമാണ് മുസ്ലിം ലീഗിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. വേറെ ഒരു തരത്തിലുള്ള, അതായത് ഈ ഭൂമി തട്ടിയെടുക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം കൊണ്ടാണ് രാജ്യവ്യാപകമായി നടക്കുന്ന വഖഫ് വിരുദ്ധ പ്രക്ഷോഭത്തെ പോലും ദുർബലപ്പെടുത്തുന്ന രീതിയിലേക്ക് മുസ്ലിം ലീഗ് മാറിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. മാത്രമല്ല ഈ ചിക്കിലി കിട്ടിയാൽ, കുറച്ച് ചിക്കിലി തടഞ്ഞാൽ, കുറച്ച് ഭൂമി കയ്യിൽ കിട്ടുന്ന സാഹചര്യം ഉണ്ടായാൽ തൽക്കാലത്തേക്ക് സമുദായ സ്നേഹവും സമുദായ സ്വത്ത് സ്നേഹവും ഒക്കെ അങ്ങ് മാറ്റിവെക്കും ലീഗ് നേതൃത്വം എന്നാണോ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? സന്തോഷ്, ഇതിനെക്കുറിച്ച് പ്രമുഖ വഖഫ് സംരക്ഷകരായ നമ്മുടെ പ്രതിപക്ഷ നേതാവും നമ്മുടെ KPC അധ്യക്ഷനും ഒന്നും പറഞ്ഞു കേട്ടില്ലല്ലോ. പാണക്കാട് കുടുംബം വല്ലതും പറഞ്ഞായിരുന്നോ? ഇനി നമ്മുടെ പള്ളി മാനേജ്മെന്റ്, ജമാഅത്ത് പള്ളി മാനേജ്മെന്റ് എന്താണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്? ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട തുടർച്ചയായിട്ടുള്ള പ്രതികരണങ്ങൾ തേടിയിരുന്നു. അതിൽ ഈ ട്രസ്റ്റിൻ്റെ, അതായത് ഈ അസോസിയേഷൻ്റെ ഭാരവാഹികളായിട്ടുള്ള ആളുകൾ വളരെ വിചിത്രമായിട്ടുള്ള ന്യായങ്ങളാണ് ഉന്നയിക്കുന്നത്. തണ്ടപ്പേര് മാറ്റുന്നതിനായി അപേക്ഷിച്ചത് അത് നാക്കിൻ്റെ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ടാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ആ ഘട്ടത്തിലൊന്നും അവർ ഇത് വഖഫ് സ്വത്താണ് എന്ന് സമ്മതിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇത് വലിയ വിവാദമാവുകയും ഇന്നലെ തളിപ്പറമ്പിൽ ഉൾപ്പെടെ വഖഫ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധ മാർച്ച് നടന്നു. അത് വിശ്വാസി സമൂഹമാണ്, അതായത് ഈ ജമാഅത്ത് പള്ളിക്ക് കീഴിൽ വരുന്ന ആളുകളാണ്, മുസ്ലിം സമുദായത്തിലുള്ള ആളുകൾ തന്നെയാണ് ഇന്നലെ ഈ മുസ്ലിം ലീഗ് നേതൃത്വത്തിനെതിരെ തളിപ്പറമ്പിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആ രീതിയിൽ വലിയ പ്രതിഷേധങ്ങൾ പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ ഇന്നലെ നമ്മൾ മുസ്ലിം ലീഗിൻ്റെ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് അബ്ദുൽ കരീം ചേരേരിയോട് അഭിപ്രായം ആരാഞ്ഞപ്പോൾ അത് കോടതിയിൽ കൊടുത്ത ഒരു ക്ലറിക്കൽ മിസ്റ്റേക്കാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം അതിനെ ലഘൂകരിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. അത് തീർച്ചയായും ഇത്രയും വലിയ ഒരു വിവാദം ഉണ്ടാകുമ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള ഒരു നിലപാട് വ്യക്തമാക്കാൻ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം അത് വഖഫ് ഭൂമിയാണ് എന്ന് പറയുമ്പോൾ തന്നെ, അങ്ങനെ അങ്ങനെയാണെങ്കിൽ അത് വഖഫ് ഭൂമിയാണെങ്കിൽ എന്തിനാണ് അത് സ്വന്തം പേരിലാക്കുന്നതിന് വേണ്ടി കോടതിയെ സമീപിച്ചത് എന്നുള്ള ചോദ്യം അവിടെ പ്രസക്തമായി നിലനിൽക്കുകയാണ്. ഏതെങ്കിലും ക്ലറിക്കൽ മിസ്റ്റേക്ക് കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല ഇത്. വളരെ കൃത്യമായും ഹൈക്കോടതിയെ സമീപിച്ച് സത്യവാങ്മൂലം നൽകിയിരിക്കുകയാണ്. ഇറ്റ്സ് നോട്ട് എ വഖഫ് എന്ന് കൃത്യമായും അതിൽ ആ സത്യവാങ്മൂലത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. വഖഫ് ഭൂമി അല്ല എന്ന് തന്നെ പറയുന്നുണ്ട്. നേരിട്ട് ഇല്ലം കോളേജിന് നൽകിയ ഭൂമിയാണ് എന്ന് പറയുന്നുണ്ട്. എങ്കിൽ എന്തിനായിരുന്നു അങ്ങനെ ഒരു നീക്കം എന്നുള്ള കാര്യമാണ് ഇവിടെ ഏറ്റവും പ്രസക്തമായ ചോദ്യമായി നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ഇതൊരു നിയമപരമായ രേഖയായി കൂടി മാറി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതെങ്കിലും ഇതിൻ്റെ നേതൃത്വം നടത്തിയിട്ടുള്ള പ്രസ്താവനയല്ല, പക്ഷേ അതിനു പകരം കോടതിയിൽ കൊടുത്ത ഒരു സത്യവാങ്മൂലമാണ് അത്. അതുകൊണ്ട് തന്നെ അതൊരു നിയമപരമായ തെളിവായി അവിടെ നിൽക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പ്രസ്താവനകളോടെ അണികളെ തെറ്റിദ്ധരിപ്പിച്ച് മുന്നോട്ട് പോകാൻ ലീഗിന് കഴിയില്ല. വളരെ കൃത്യമായിട്ടുള്ള ലീഗിൻ്റെ ഒരു പ്രതികരണം സാദിഖ് അലി തങ്ങളുടെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ ഉണ്ടാകുന്നതിനായാണ് കേരളം കാത്തിരിക്കുന്നത്. മനു, ശരി, നമുക്കും കാത്തിരിക്കാം എന്താണ് ഈ വിഷയത്തിൽ പാണക്കാട് കുടുംബത്തിന് പറയാനുള്ളതെന്ന്, അല്ലെങ്കിൽ തങ്ങൾക്ക് പറയാനുള്ളതെന്ന് നമുക്ക് വളരെയധികം ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കേണ്ടി വരും.